കണ്ടില്ല. പേർഷ്യൻ ഭാഷയിൽ ലോക മനുഷ്യ ചരിത്രം എഴുതിയ മനുഷ്യനാണ് ഷുജായി മൊയ്തു മുസ്ലിയാർ. ഫൈലുൽ ഫയ്യാദ്. പേർഷ്യൻ ഭാഷയിൽ മുസ്ലിം ലോക മനുഷ്യ ചരിത്രം എഴുതിയ മനുഷ്യനാണ് ഷുജായി മൊയ്തു മുസ്ലിയാർ, ചാവക്കാട്ടുകാരൻ. ഇവിടെ തലശ്ശേരിക്കാരനായ കുഞ്ഞായിൻ മുസ്ലിയാർ. ഇതൊക്കെയാണ് സൂഫികൾ ഉണ്ടാക്കിയ കേരളം. മാങ്ങാട്ടച്ഛന്റെ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന കുഞ്ഞായിൻ മുസ്ലിയാർ. അദ്ദേഹവും ദുനിയാവിനെ വാങ്ങിയില്ല, വിറ്റില്ല. ഷിപ്സോ ഫ്രഞ്ച് ഭാഷയിൽ പോയി, ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കപ്പൽ പാട്ട്, കപ്പൽ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആണല്ലോ ഷിപ്പ്. എന്താണ് ഈ കപ്പൽ പാട്ട്? മനുഷ്യനെ കപ്പലിനോട് ഉപമിച്ചതാണ്. ദുനിയാവിൽ ഇത് എന്താണ്? പ്രക്ഷുബ്ധതയുടെ, ഫിത്നയുടെ, ഫസാദിന്റെ കടലാണ് ഈ ദുനിയാവ്. നീ ഒരു കപ്പലാണ്, നീ മറുകര പറ്റേണ്ടവനാണ്, നിനക്കൊരു വെളിച്ചം ഉണ്ടാകണം. അങ്ങനെ എഴുതിയതാണ് കപ്പൽ പാട്ട്. സബീന മാല എന്ന് പറയും. കപ്പലിന്റെ അറബിയാണ് സഫീന. സഫീന മാലയുള്ള മൗലൂദ് കിതാബിന് സബീന എന്നാണ് മലപ്പുറത്ത് പറയുന്നത്. ഈ കുഞ്ഞായിൻ മുസ്ലിയാരുടെ മാല നമുക്കൊരു ഹാസ്യ സാമ്രാട്ടാണ് കുഞ്ഞായിൻ മുസ്ലിയാർ. പക്ഷെ ഖാദിരിയ ത്വരീഖത്തിന്റെ അത്ഭുതകരമായ അത്ഭുതങ്ങൾ കാണിച്ച മഹാത്മാവാണ് കുഞ്ഞായിൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ ഈ കപ്പൽ പാട്ടാണ് ഇംഗ്ലീഷിൽ പോയി ഷിപ്പ് സോങ് ആയത്. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ശിഷ്യനാണ്. ദർസിലോതിയ ആളാണ്, പൊന്നാനിയിൽ ദർസിലോതിയ ആളാണ്. ഓതുന്ന കാലത്തെ വലിയ ബുദ്ധിമാനാണ്. അപ്പോ ഉസ്താദിന് വലിയ ഇഷ്ടമായത് കൊണ്ട് ഈ കുട്ടീന്റെ ചെലവ് ഉസ്താദിന്റെ വീട്ടിൽ തന്നെ. അങ്ങനെയായിരുന്നു ചരിത്രം. അപ്പൊ കുഞ്ഞായിൻ വന്ന് രാവിലെ ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഒരിക്കൽ സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ ഭാര്യ ചോദിച്ചു, കുഞ്ഞായിനെ എനിക്കെന്തെങ്കിലും ചെല്ലാൻ തരുമോ? ഇതൊക്കെ ചരിത്രങ്ങളാണ്. കുഞ്ഞായിൻ മുസ്ലിയാർ അന്നും രസികൻ കൂടിയാണ്. കുഞ്ഞായിൻ മുസ്ലിയാർ പറഞ്ഞു, കുഞ്ഞായിൻ മുസ്ലിയാർ വിചാരിച്ചു ഇത് തന്നെ ട്രോളെന്നാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഭാര്യ എന്നോട് ചെല്ലാൻ എന്തെങ്കിലും തരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏലയമാല എന്ന് രാവിലെ ചെല്ലിയാൽ മതി. സാധു ഈ ഒരു നിഷ്കളങ്കയായ സ്ത്രീയാണ്, അത് ചൊല്ലി. ഇത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കേട്ടു. അപ്പൊ തങ്ങൾ ചോദിച്ചതാണ്, അല്ല കുഞ്ഞായിനെ നീ മനുഷ്യരെ കപ്പലാക്കുകയാണോ? ട്വിസ്റ്റ് എന്ന് പറയല നമ്മൾ, ബുദ്ധിയുള്ളവർക്ക് അതൊരു സൂചനയാണ്. അപ്പോഴാണ് കുഞ്ഞായിൻ മുസ്ലിയാർ ചിന്തിച്ചത്, മനുഷ്യനെ കപ്പലാക്കാൻ പറ്റൂലേ. അങ്ങനെയാണ് അദ്ദേഹം കപ്പൽ പാട്ട് എഴുതുന്നത്. മനുഷ്യൻ കപ്പൽ തന്നെയാണല്ലോ. ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന. അല്ലേ? ഷാഫി ഇമാമിനും ഏകദേശം അതേപോലെ തന്നെ നളറു ഫീഹാ വലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജ്ജതൻ ഫത്തഖദു സ്വാലിഹൽ അഅമാലി ഫീഹാ സുഫുനാ. പഴയ ഉർദിയിലെ വൈത്തുകളാണ്. അദ്ദേഹം ചിന്തിക്കുന്നതാണ് ഇന്നലില്ലാഹി, അതിൽപ്പെട്ടതാണ് ഈ വലിയൊക്കെ, ഈ തങ്ങളൊക്കെ. അല്ലാഹുവിനുണ്ട് ഇന്നലില്ലാഹി ഇബാദൻ ഫൂതന, ബുദ്ധിയുള്ള കുറച്ച് അടിമകൾ അല്ലാഹുവിനുണ്ട്. ത്വല്ലഖുദ്ദുന്യാ വഖാഫുൽ ഫിതന, അവർ ദുനിയാവിനെ മൂന്നും ചൊല്ലിയവരാണ്. കാരണം എന്ത്? വഖാഫുൽ ഫിതന, അവർക്ക് ഫിതനകളെ പേടിയായിട്ട്. പിന്നെയോ നളറൂഹ, ദുനിയാവിനെ തലാക്കിയല്ലുന്നതിന് മുമ്പ് ഇവർ ദുനിയാവിനെ നോക്കിയിട്ടുണ്ട്. 5 പൈസ ഉണ്ടോ നോക്കിയിട്ടുണ്ട്, ചെക്ക് ചെയ്തിട്ടുണ്ട്. രുചി എങ്ങനെ, രതി എങ്ങനെ, ആണെങ്ങനെ, പെണ്ണെങ്ങനെ, ഭക്ഷണം എങ്ങനെ, വെള്ളം എങ്ങനെ, കളർ എങ്ങനെ, അധികാരം എങ്ങനെ, പണം എങ്ങനെ നോക്കിയിട്ടുണ്ട്. നളറൂഹ, നോക്കി പരിശോധിച്ചു. പക്ഷെ വലമ്മ ആലിമു, പിന്നീട് അവർ മനസ്സിലാക്കിയപ്പോൾ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഇതൊക്കെ അസുഖത്തിൽ തീരുന്ന സുഖമാണ്, അവശതയിൽ തീരുന്ന ആവേശമാണ്, ജീവിക്കാൻ പറ്റുന്ന ഒരു ചരക്കല്ല ദുനിയാവ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ ജഅലൂഹാ ലുജ്ജതൻ, ദുനിയാവിനെ അവർ സങ്കല്പിച്ചു, അവർ ഇറക്കി, മനസ്സിലാക്കി. ആക്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? എന്ത്? ലുജ്ജതൻ, ഇത് കപ്പല് മുങ്ങിപ്പോകുന്ന ഒരു ചുഴിയാണ്, ഒരു കടൽ ചൊരുക്കാണ്, ഒരു കടലാഴമാണെന്നവർ മനസ്സിലാക്കുകയും എന്നിട്ട് സാലിഹൽ അഅമാൽ, അള്ളാഹുവിനുള്ള സൽക്കർമ്മത്തെ അവർ സൂഫുന, കപ്പലാക്കുകയും ചെയ്തു എന്ന് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് സയ്യിദുന ഇമാമുന ഷാഫി റഹിമഹുല്ലാ. അതൊക്കെ കപ്പലുകളാണ്, പല സങ്കല്പങ്ങളാണ്. അതാണ് പിന്നെ കുഞ്ഞായി മുസ്ലിയാർ പറയുന്നത്. അതാണ് പിന്നെ മറ്റൊരു ഭാഗത്ത് ഏകദേശം അത് തന്നെ ഷുജായി മൊയ്തു മുസ്ലിയാർ പറയുന്നത്. ഈ ഷുജായി മൊയ്തു മുസ്ലിയാർ പറഞ്ഞ കാര്യമാണ് സ്വാമിയായ പൂന്താനം നമ്പൂതിരി പാടുന്നത്. കേരളത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്.
ഇന്നലെയോളം എന്തെന്നറിയുവീല, ഇനി നാളെയും എന്തെന്നറിയുവീല. ഇന്നിക്കാണും തടിക്കൂ വിനാശവും ഇന്ന രൂപത്തിലും എന്നതും അറിവീല. കണ്ടുകണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-3 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ഇതല്ലേ പൂന്താനം പറഞ്ഞത്? ഇതന്നല്ലേ ഇവിടെ ശുജായി മൊയ്ത് മുസ്ലിയാരും പറയുന്നത്? എന്ത് പറയുന്നത്? ഉൾസാരമോ എന്താണ് പറയാ? അകക്കണ്ണും തുറന്നാക നോക്കടാ മാടാ, നീ കണ്ണൊന്ന് പൂട്ടടാ, എന്നിട്ട് നീ ഉൾസാരമെന്നോർക്കടാ. ഉൾസാരമോർത്താൽ ഉറങ്ങാമോ കാടാ. ഈ ജീവിതത്തിന് 5 പൈസയുടെ നിലവാരമില്ലെന്ന് നീ അറിഞ്ഞാൽ പിന്നെ നിനക്ക് ഉറങ്ങാൻ കഴിയുമോ കാടനായി നടക്കുന്നവനെ? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, മുഖക്കണ്ണടക്കുൽ തുറക്കട്ടമാടാ. നിന്റെ മുഖത്തെ കണ്ണ് നീ അങ്ങ് അടച്ചു കളഞ്ഞാൽ ഒരു കണ്ണ് വേറെ തുറക്കും. ഏതാണ് ആ കണ്ണ്? മൂടിട്ട പൊഞ്ചപ്പിൽ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം അലാ അബ്സാരിഹിം ഗിശാവ. ഈ നെഞ്ചിന്റെ ഹൃദയമെന്ന കൂടാണ് പിശാച് മൂടിട്ട് കളഞ്ഞ ഒരു താവളം. ആ മൂടിട്ട പൊഞ്ചപ്പിൽ പിശാച് മൂടിട്ട് കളഞ്ഞ ഹൃദയമെന്ന് പറയുന്ന പൊന്നിന്റെ ചപ്പിൽ മുത്തുണ്ടുകാടാ. അതിനകത്താണ് ആത്മാവുള്ളത്, ജീവനുള്ളത്. അതിനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഞാൻ വെറുതെ വയല് പറഞ്ഞല്ല, ഉറുദി പറഞ്ഞല്ല. ഇതാണ് സൂഫികൾ മലയാളത്തോട് പറഞ്ഞത്. ഈ സൂഫികൾ മലയാളത്തോട് പറഞ്ഞതിൽ എവിടെയാ ഇസ്ലാമിക് ഫോബിയാന്റെ ചാൻസ്? എവിടെ വർഗീയത? എവിടെ വംശീയത? എവിടെ ആർത്തി? എവിടെ ദുര? എവിടെ ദമ്പം? എവിടെ ദർപ്പം? എവിടെ ആസക്തി? എവിടെ അസൂയ? എവിടെ കുശുമ്പ്? എവിടെ കുനൂട്ട്? എവിടെ ദർപ്പം? എവിടെ ഈ ചിത്തവികാരങ്ങൾ, വിചാരങ്ങൾ? ഒന്നുമില്ല. അതിലുള്ളത് ജീവിതം ശുദ്ധിയാക്കാൻ പറയൽ, ജീവിതം നന്നാക്കാൻ പറയൽ. അതിനെ കേരളം ഏറ്റെടുത്തു. അതാണ് നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പരന്ന വഴി. അള്ളാഹു ആ സൂഫികളുടെ വഴിയിലേക്ക്, ഔലിയാക്കളുടെ വഴിയിലേക്ക് അള്ളാഹു ജീവിതത്തിലും മരണത്തിൻ്റെ സന്ദർഭത്തിലും അള്ളാഹു നമ്മളെ ചേർത്ത് തരുമാറാകട്ടെ.